ടേബിള് നിറയെ വിഭവങ്ങൾ നിരന്നു കഴിഞ്ഞല്ലോ. നിരന്നു കഴിഞ്ഞെന്നോ? ഇത് വെറുതെ വന്ന് ടേബിളിൽ കയറി ഇരുന്നൊന്നുമല്ല. ഞാൻ കഷ്ടപ്പെട്ട് കുക്ക് ചെയ്ത് ഉണ്ടാക്കിയതാ ഇതൊക്കെ. ദേഷ്യപ്പെടല്ലേ വസു, ഞാനൊരു ഓളത്തിനങ്ങ് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. എന്തുമാത്രം കറികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. സത്യം പറയാലോ, ആന്റി ശിവാനിയും കൂടെ വിചാരിച്ചു കഴിഞ്ഞാ ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇങ്ങനെ നിന്നിട്ട് തന്നെ കറിയുടെ മണം മൂക്കിലോട്ട് അടിച്ചു കയറുക. എന്തൊരു മണത്! ഇതിന് മണോ നോക്കിയേ. ദൈവമേ, ഇത്രയും രുചിയുള്ള ഭക്ഷണം ജീവിതത്തിൽ കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കൊതിയായിട്ട് പാടില്ല, അമ്മ കഴിക്കാം. വാ വാ. ഇത് കണ്ടോ? ഇത് കണ്ടാൽ അറിയാം, കുറച്ച് കഴിച്ചാൽ തന്നെ നാവിറങ്ങി പോകുന്നു. ദേ എന്റെ വസു, ഞാൻ നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. വസുന്ധര ആന്റിക്ക് എല്ലാം അറിയാം. മടിയാണ്, പക്ഷേ ഒന്നും ചെയ്യില്ല. അതാ സ്വഭാവം അല്ലേ ആന്റി? ഇതും മുഴുവൻ ആന്റി തനിച്ചുണ്ടാക്കിയതൊന്നും അല്ല. എല്ലാത്തിന്റെ റെസിപ്പി ഞാനാ പറഞ്ഞു കൊടുത്തേ. അങ്ങനെ പറ. എനിക്ക് അപ്പോഴേ തോന്നി ആന്റിയെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. ആര് പറഞ്ഞാലെന്താ? ഇനി ഇപ്പൊ കുക്കറി ഷോ കണ്ട് ഉണ്ടാക്കിയാ പോലും ടേസ്റ്റ് വരണമെങ്കിലേ ജന്മസിദ്ധമായിട്ട് കിട്ടിയ ഒരു കൈപ്പുണ്യമൊക്കെ വേണം. ആ കൈപ്പുണ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ദൈവമായിട്ട് തരുന്നതാ ഓരോരുത്തർക്കും. എല്ലാരും കൂടെ ഇങ്ങനെ വെറുതെ കാര്യം പറഞ്ഞോണ്ടിരുന്ന സമയങ്ങളല്ലേ? മണമടിച്ചിട്ട് എന്റെ വായിൽ വെള്ളം വരുന്നത്. നമുക്ക് കഴിക്കാം. വാ, ഇരിക്കിരിക്കിരി. അയ്യോ പ്രണവേ, നിക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു കുറ്റബോധം തോന്നുന്നു. കുറ്റബോധം എന്തിന്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനും അമ്മയൊക്കെ അടുക്കളയിലേക്കൊന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പാവം വസുന്ധരാന്റിയും ശിവാനിയും ചേർന്ന് ഇത് മുഴുവനും ഉണ്ടാക്കിയത്. കഴിക്കാൻ സമയത്ത് നമ്മൾ വന്നു, ശരിയല്ലേ? നിധി പറഞ്ഞതിൽ ഒരു ചെറിയ കാര്യമൊക്കെ ഉണ്ട്. അടുക്കള കയറി നമ്മളും എന്തെങ്കിലുമൊക്കെ സഹായിക്കേണ്ടതായിരുന്നു. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ കഴിക്കേ, ഞങ്ങള് വിളമ്പിത്തരാം. അല്ലേ ശിവാനി? ഞങ്ങൾ വിളമ്പിത്തരാം. ഞാൻ ആലോചിച്ചത് അതല്ല അമ്മേ. നമ്മൾ ചെയ്ത ഈ തെറ്റിന് ഒരു പ്രായശ്ചിത്തം നമ്മൾ ചെയ്യണ്ടേ? പ്രായശ്ചിത്തോ? അതെന്തിന്? ഈ വീട്ടിൽ ആരും ആരെക്കാളും വലുതല്ല. വസുന്ധരാന്റിയും ശിവാനിയും ചേർന്ന് തീയും പുകയും ഒക്കെ ഏറ്റ് കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ആദ്യം കേറി ഞെളിഞ്ഞിരുന്നങ്ങ് കഴിക്കാന്ന് വെച്ചാ എന്ത് മോശമാണ് ഗൗതം അത്. അതുകൊണ്ട് ഞാനൊരു ഐഡിയ പറയട്ടെ. എന്താ ഐഡിയ? ആദ്യം വസുന്ധരാന്റിയും ശിവാനിയെ ഇരുത്തി നമ്മൾ വിളമ്പിക്കൊടുത്ത് കഴിപ്പിക്കുന്നു. എന്താ? നിധിമോള് പറഞ്ഞതാ 100% ശരി. വസു, ശിവാനി, നിങ്ങൾ ഇരിക്കെ, ഞങ്ങള് വിളമ്പി തരാം. വാ. ഏയ്, അതൊന്നും വേണ്ടെന്നേ. നിങ്ങള് കഴിക്ക്, ഞങ്ങള് പിന്നെ കഴിച്ചോളാം. പറഞ്ഞു കേക്കമ്മേ. ശിവാനി അങ്ങോട്ട് ഇരുന്നേ. അമ്മേ ഇരിക്കമ്മേ. എന്നാ നമുക്ക് അത് കൊടുത്തു. നിങ്ങൾ അല്ല, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഏട്ടത്തിക്കും ഇരിക്കായിരുന്നു. അവിടെ ആന്റിക്ക് കൊടുക്ക്. കഴിക്കാൻ മതി മതി. എന്റെ വയറ് നിറച്ചങ്ങോട്ട് കഴിക്കുക. ശിവാനി കഴിക്കാം. മതി മതി പറയണവേ, മതി. അയ്യോ, കുറച്ച് കിട്ടുള്ള കഴിക്ക്. ഇനിയും കിച്ചടി അച്ചാർ കിട്ടിയ കഴിക്ക. നല്ലതാ. കഴിക്ക. കഴിക്കങ്ങോട്ട്. കഴിക്ക.
നല്ല സ്വാദുള്ള ഭക്ഷണം. വേഗം വേഗം കഴിക്കമ്മേ. ആ ആ. ഉം. ആ. കഴിക്കോ? ഹ, ശിവാനി എന്താ വായിൽ വെച്ചിട്ട് അങ്ങോട്ട് ഇറക്കാത്തെ? ഇറക്ക്. എന്നിട്ട് അടുത്ത ഉരുള അങ്ങോട്ട് എടുക്കുന്നേ. ആ നോക്കിക്കാൻ അങ്ങോട്ട് വിളമ്പി കൊടുക്കമ്മേ. ആ ഇങ്ങോട്ട് ആ കൊടുക്ക. ആ, അമ്മേ ആന്റി മതി മതി എന്നൊക്കെ പറയും, കേൾക്കരുത്. വിളമ്പി കൊടുത്തോണ്ടേയിരിക്കണം. ഒത്തിരി പാടുപെട്ട് ഉണ്ടാക്കിയതല്ലേ, അതെ, അതെ. വയറ് നിറച്ച് കഴിക്കട്ടെ. ശിവാനി ദേ ഇത് കൂട്ടിയില്ല. ആ നല്ല മണമുണ്ട്. വിളമ്പി കൊടുക്കണം അങ്ങോട്ട്. ആ പിന്നെ അല്ല, എനിക്ക് മതി. അങ്ങനെ പറയല്ലേ. കഴിക്കേ. ഇത് കൂടി കഴിച്ചിട്ട് എനിക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു. അയ്യോ, വോമിറ്റ് ചെയ്യാൻ വരുന്നോ? പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് ഇത്രയും ആയിട്ടേ വോമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ടൊരു ഡോക്ടറെ കണ്ടേ പറ്റൂ. ആ, എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടറുണ്ട്. വാ എഴുന്നേക്ക്, നമുക്ക് പോയി ഡോക്ടറെ കാണാം. ആ ആ എനിക്ക് ഡോക്ടറെ ഒന്നും കണ്ട, ഞാൻ അത് കഴിച്ചോളാം.